ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സന്യസ്തരെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മരിയ ഭക്തിയുടെ പുണ്യസുഗന്ധം വീശുന്ന ഈ ധന്യ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയും കർമ്മല ഉത്തിരവും നന്മ നിറഞ്ഞ മാതൃത്വം എന്ന വിഷയത്തെക്കുറിച്ച് ചില ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കവി വരികളിൽ കുറിച്ചിട്ടതുപോലെ അമ്മ എന്ന രണ്ട് അക്ഷരമല്ലേ ഭൂമിയിൽ ദൈവത്തിൻ്റെ മധുരരൂപം. ദൈവത്തിൻ്റെ ആ അനന്ത സ്നേഹം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയ കൃപയുടെ അടയാളമാണ് കർമ്മല ഉദ്ധരീയം. വിശുദ്ധ ഗ്രന്ഥത്തിൽ വസ്ത്രം എന്നത് വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും പദവിയുടെയും പ്രതീകമാണ്. യാക്കോബ് തൻ്റെ മകനായ ജോസഫിനെ അതിയായി സ്നേഹിച്ചതുകൊണ്ട് മനോഹരമായ അങ്കി സമ്മാനിക്കുന്നതായി ഉൽപ്പത്തി 37:3 നാം വായിക്കുന്നുണ്ട്. ഇതേപോലെ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് അവന് ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കുന്നതായി വിശുദ്ധ ലൂക്ക 15:22 നാം കാണുന്നു. ഇതേ മാതൃകയിലാണ് AD 1251 കർമ്മലയിലെ പുണ്യശ്ലോകനായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൻ്റെ രാജ്ഞി നമുക്കായി ഈ ഉത്തരീയം നൽകിയത്. സ്വർഗീയ അമ്മ സ്നേഹത്തോടെ നമുക്കായി നൽകിയ ഈ അങ്കിയും തിന്മയ്ക്കെതിരെയുള്ള ആത്മീയ കവചവുമാണ് ഈ കർമ്മല ഉദ്ധരീയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്യുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ് നാം കഴുത്തിൽ ധരിക്കുന്ന ഈ ചെറിയ ഉത്തരീയം. അമ്മയുടെ വസ്ത്രം ധരിക്കുന്ന നാം എല്ലാവരും അമ്മയെപ്പോലെ ജീവിക്കാനും കടപ്പെട്ടവരാണ്. അമ്മയുടെ ജീവിതത്തിലെ വിനയം, ദൈവഹിതത്തിനു മുൻപിലെ പുണ്യസമർപ്പണം, ഹൃദയനാന്മ എന്നിവ നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കണം. ആന്തരികമായ ഒരു ആത്മീയ സമർപ്പണമായിട്ട് നമുക്ക് ഈ ഉത്തരീയം ഭക്തിയോടെ ധരിക്കാം. കുരിശിൻ ചുവട്ടിൽ വെച്ച് വേദനയുടെ പരമകോടിയിലും മനുഷ്യരാശിക്ക് മുഴുവനും ഈശോ നൽകിയ വലിയ സമ്മാനമാണ് അമ്മയുടെ മാതൃത്വം. ഇതാ നിന്റെ അമ്മ എന്ന ഈശോയുടെ വാക്കുകൾ ഏറ്റുവാങ്ങിയ യോഹന്നാനെ പോലെ നാം ഓരോരുത്തരും ആ അമ്മയുടെ മക്കളാണ്. അമ്മയുടെ മക്കളെ ഒരിക്കലും കൈവിടാത്ത നന്മ നിറഞ്ഞ മാതൃത്വമാണത്. ആ നന്മ നിറഞ്ഞ മാതൃത്വത്തിൻ്റെ വിരിമാറിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയ്ക്ക് നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.